സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ഇരട്ടത്താപ്പിന്റെ നാടകം അരങ്ങേറുകയാണ്. ഒരു വശത്ത് നിയമം കൈവശപ്പെടുത്തുമെന്ന അവകാശവാദവുമായി ബി.ജെ.പി. ദേശീയ ശ്രദ്ധയാകർഷിക്കാനുള്ള കാട്ടിക്കൂട്ടലുകൾ, മറുവശത്ത് രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ ആശയക്കുഴപ്പത്തിൽ അലഞ്ഞുതിരിയുന്നു. ജനങ്ങളുടെ വിശ്വാസം നേടാൻ രാഷ്ട്രീയ ദിശയില്ലാതെ പരസ്പരം പേടിച്ചും കണക്ക് കൂട്ടലുകളിൽ കുടുങ്ങിയും നടക്കുന്ന രണ്ട് പാർട്ടികളുടെ അനിശ്ചിതത്വമാണ് നേമത്തെ വീണ്ടും ഹൈ വോൾട്ടേജ് മണ്ഡലമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന, ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. മുൻപ് ഒ രാജഗോപാലിലൂടെ ബി.ജെ.പി. നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്താണ്. പിന്നീട് വി ശിവൻകുട്ടിയെ നിർത്തി CPM നേമം മണ്ഡലം തിരിച്ചുപിടിച്ചു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും നേമത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമായിട്ടും നേമത്ത് മത്സരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിമുഖത കാണിക്കുകയാണെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ ടിക്കറ്റ് തേടുന്ന നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ RSSൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് നേമത്ത് മത്സരിക്കാൻ മടിക്കുന്നതായിട്ടാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ 60,000-ത്തിലധികം വോട്ടുകൾ നേടിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടി തന്നെയാകും CPM സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുക. 2016 ബി.ജെ.പി. ആദ്യമായി വിജയിച്ച നിയമസഭാ സീറ്റാണ് നേമം. പ്രതിപക്ഷമായ UDF അവരുടെ ചെറിയ സഖ്യകക്ഷിക്കായിരുന്നു അന്ന് സീറ്റ് കൊടുത്തത്. ബി.ജെ.പിയുടെ അപ്രതീക്ഷിത വിജയത്തോടെ രാഷ്ട്രീയമായി ഹൈ വോൾട്ടേജ് മണ്ഡലമായി പിന്നീട് നേമം മാറി. അന്ന് CPMന്റെ വി ശിവൻകുട്ടിയെയാണ് ബി.ജെ.പിയിലെ ഒ രാജഗോപാൽ തോൽപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയും സ്ഥാനാർത്ഥിയാക്കി. CPMന്റെ വി ശിവൻകുട്ടി അവിടെ വിജയിച്ചു. അതേസമയം കെ മുരളീധരൻ നേടിയ 36,524 വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാവുകയും ചെയ്തു. സംഘപരിവാർ ഇത് വളരെ ഗൗരവമായി എടുക്കുകയും മുരളീധരനെ ലക്ഷ്യം വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്ന കാര്യം. എന്നാൽ RSS നേതാക്കൾ ഈ ആരോപണം നിഷേധിക്കുന്നുമുണ്ട്. നേമത്ത് ബി.ജെ.പിയുടെ പരാജയത്തിലേക്ക് നയിച്ചത് UDF നേടിയ വോട്ടുകളാണെന്ന് അന്ന് പല സംഘപരിവാർ നേതാക്കളും തങ്ങളോട് സമ്മതിച്ചിരുന്നുവെന്ന് ഒരു KPCC ഭാരവാഹി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതാണ്. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആവശ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ലക്ഷ്യമിടുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പ്രാദേശിക യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കാമെന്നാണ് സൂചന. അതേസമയം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന CPM ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ UDFും ബി.ജെ.പിയും തമ്മിൽ ഒത്തുകളിച്ചെന്ന ആരോപണം ഉയർത്തുമെന്നും ഉറപ്പ്. ഇതൊക്കെ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിലൊന്ന് ഇത്തവണയും നേമം നിയോജക മണ്ഡലത്തിലായിരിക്കും. ശിവൻകുട്ടി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായാൽ മത്സരം ശക്തമാക്കുമെന്നുറപ്പ്. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നിർണായകമായ മണ്ഡലത്തിൽ രാഷ്ട്രീയ കച്ചവടത്തെ മാത്രം ആശ്രയിക്കുന്ന കോൺഗ്രസിനും ബി.ജെ.പിക്കും നേമത്തിലെ പോരാട്ടം ഇത്തവണയും എളുപ്പമാകില്ലെന്നത് വ്യക്തമാണ്.